IPL-ൽ ഇന്ന് ധോണിയും കോഹ്ലിയും നേർക്കുനേർ. രാത്രി 7:30 ചെപ്പോക്കിലെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഏറ്റുമുട്ടും. ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ നിന്ന് മുഹമ്മദ് റഹീസാണ് ചേരുന്നത്. റഹീസ്, വെരി ഗുഡ് ഈവനിങ്. കഴിഞ്ഞ മത്സരത്തിൽ ഞങ്ങളെ വെല്ലുവിളിച്ച് മുംബൈ ഇന്ത്യൻസ് പോയതാണ്, പക്ഷേ ഞങ്ങൾ ജയിച്ചു. അപ്പോൾ എൽ ക്ലാസിക്കോ കഴിഞ്ഞു, ഇനി സദേൺ ഡെർബിയാണ് ഇന്ന് വരാൻ പോകുന്നത്. രണ്ടും മികച്ച ടീമാണ്, രണ്ടുപേരും വിജയിച്ചാണ് വരുന്നത്. മാത്രമല്ല, ഒരു 5 റൺസ് കൂടെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വിരാട് കോഹ്ലി CSKക്കെതിരെ ഏറ്റവും കൂടുതൽ റൺ നേടുന്ന ശിഖർ ധവാന്റെ ആ റെക്കോർഡ് മറികടക്കുകയും ചെയ്യും. പിന്നെ ഞങ്ങളുടെ സ്റ്റേഡിയമാണ്, ഗ്രൗണ്ട് സപ്പോർട്ട് ഞങ്ങൾക്കാണ്. ഇനി ബാക്കി കാര്യങ്ങൾ പറയൂ. ക്രിസ്റ്റീന, കളിയും കളക്കളവും ഒക്കെ നിങ്ങളുടേതാണ്. ഈ എൽ ക്ലാസിക്കോയ്ക്ക് ഒരു മറുപുറം കൂടിയുണ്ട്, അത് അങ്ങ് വാങ്കഡയിൽ നടക്കും. അപ്പോൾ അതിന് മറുപടി തരാം. എന്തായാലും ഇത് CSKയുടെ കോട്ട തന്നെയാണ്. കാരണം ഒരു 150-200 CSK ഷട്ടുകൾ എണ്ണിക്കഴിഞ്ഞാൽ മാത്രം മറ്റൊരു RCB ഷട്ട് എണ്ണാൻ കഴിയുന്ന തരത്തിലുള്ളൊരു ഗ്രൗണ്ട്. പക്ഷേ ഇവിടെ ഇന്ന് നടക്കുന്ന പോരാട്ടം അത് ഭയങ്കര വാശിയേറിയൊരു പോരാട്ടമാണ്. കാരണം നിലവിൽ IPL ഏറ്റവും അധികം ശത്രുതയിലുള്ള വൈര്യത്തിലുള്ള 2 ടീമുകളുടെ ഫാൻസാണ്. കഴിഞ്ഞ തവണ CSKയെ നേരിയ റൺ റേറ്റിന്റെ വ്യത്യാസത്തിൽ തോൽപ്പിച്ചുകൊണ്ടാണ് RCB പ്ലേ ഓഫിലേക്ക് കടന്നത്. അതുമുതൽ ട്വിറ്ററിലടക്കം വലിയ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ പോര് നടക്കുന്ന RCBയും CSKയും ഏറ്റുമുട്ടുമ്പോൾ ചെപ്പോക്കിലെ ഗ്രൗണ്ടിൽ അതൊരു വലിയ പോരായി തന്നെ മാറുകയാണ്. CSK സംബന്ധിച്ചിടത്തോളം ഈ ഗ്രൗണ്ടിൽ അവർക്ക് വലിയൊരു ആധിപത്യമുണ്ട്. അവരുടെ സ്പിൻ നിര എന്നുള്ളത് മറ്റേതു ടീമുകളെ വെച്ച് നോക്കിയാലും ഏറ്റവും നമ്പർ 1 ആണ്. ഈ ഗ്രൗണ്ടിന്റെ സ്വന്തം ജഡേജയും അശ്വിനും ഒപ്പം തന്നെ നൂർ അഹമ്മദും കൂടി ചേരുമ്പോൾ അവരുടെ നിര ഏതാണ്ട് ഒരു അജയ്യരായിട്ടുള്ള സംഘമാണ്. പക്ഷെ മറുപുറത്തുള്ളത് വിരാട് കോഹ്ലിയും സഖ്യവുമാണ്. ഏത് ദുർബല സാഹചര്യത്തിലും ഏത് മോശം സാഹചര്യത്തിലും കളി തിരിക്കാൻ കഴിയുന്ന ആ 18ാം നമ്പർ താരമാണ് ആ ഒരു RCBയുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത്. അങ്ങനെ 2 പുറത്തും 2 ടീമുകൾ നിൽക്കുന്നു. പക്ഷേ ഈ ഹോം ഗ്രൗണ്ടിന്റെ കണക്കെടുത്താൽ CSKയുടെ അടുത്തെങ്ങും RCB എത്തില്ല. അത്രയും വലിയ ഒരു വിജയങ്ങളാണ് അവർക്കുള്ളത്. ആരാധകരൊക്കെയും ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് എത്തിയിട്ടുള്ളത്. അല്പസമയത്തിനുള്ളിൽ ഗേറ്റുകളൊക്കെയും തുറക്കും, ഇവരെല്ലാം അകത്ത് പ്രവേശിച്ചു തുടങ്ങും. ഇത്തവണയും ചെപ്പോക്കിൽ ഫുൾ ഓൺ ആയിരിക്കും. കാരണം അത്ര അധികം ടിക്കറ്റുകൾ 40 മിനിറ്റിനുള്ളിൽ മുഴുവൻ ടിക്കറ്റുകളും വിറ്റ് കഴിഞ്ഞൊരു മത്സരമാണ്. ഇത്തവണയും സ്റ്റേഡിയം നിറയും. അവരൊക്കെയും കാത്തിരിക്കുന്നത് ഒരു CSKയുടെ വിജയത്തിന് വേണ്ടിയിട്ടായിരിക്കും. RCBയും പ്രതീക്ഷ വിടേണ്ടതില്ല. കാരണം അവരുടെ ഭാഗത്തുമുണ്ട് വിരാട് കോഹ്ലി എന്ന താരം. അവർക്കും അനുയോജ്യമായ പല ഘടകങ്ങളുമുണ്ട്. എന്തായാലും ഒരു മികച്ച മത്സരം പ്രതീക്ഷിക്കാം. ക്രിസ്റ്റീന. ശരി റഹീസ്, എന്തായാലും രണ്ടും മികച്ച ടീമാണ്. കോഹ്ലി വേഴ്സസ് ധോണി എന്ന് പറയുമ്പോൾ ഇന്നൊരു നല്ല മത്സരം തന്നെ നടക്കട്ടെ. എന്നിട്ട് ആ നല്ല മത്സരത്തിൽ ഞങ്ങൾ ജയിക്കട്ടെ. പിന്നെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ വെച്ച് നമുക്ക് മുംബൈ ഇന്ത്യൻസിനെ കാണാം. അപ്പോൾ മുഹമ്മദ് റഹീസാണ് ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.